ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിംഗ് റൂം സംബന്ധിച്ചൊരു വീഡിയോ ആട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഗെയിമിംഗ് റൂം സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം OLED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, OLED TV. അപ്പോൾ അതിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് നല്ലൊരു സൗണ്ട് സിസ്റ്റം കൂടെ വേണം. അപ്പോൾ നമ്മുടെ പൈനിയറിൻ്റെ ഒരു DVR കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു മിനിമലായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് ബാർ നമ്മൾ നോക്കി വന്ന കേട്ടോ. നമ്മളിപ്പോൾ നന്ദിരത്ത് ജിമാർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ ഫ്രണ്ടുണ്ട്, അനീഷുണ്ട്. അപ്പോൾ അവനെ ഞാൻ വിളിച്ചു. അപ്പോൾ അവൻ അത്യാവശ്യം നല്ല മോഡൽസ് സോണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സോണിയും പിന്നെ JBL പിന്നെ LG, നമ്മുടെ TV LG ആയതുകൊണ്ട് തന്നെ LGയുടെ സൗണ്ട് ബാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കണക്ടിവിറ്റിയും AI സൗണ്ട് പ്രോ എന്നും പറഞ്ഞൊരു കിടിലൻ ഫീച്ചറുണ്ട്. അപ്പോൾ അതും നമുക്ക് LGയുടെ സൗണ്ട് ബാർ മേടിച്ചാൽ മാത്രമേ LGയുടെ TV ആയിട്ട് അത് ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ LGയുടെ സൗണ്ട് ബാർ എടുക്കാനായിരിക്കും കൂടുതലും ചാൻസ്. പക്ഷേ സോണിയുടെ സൗണ്ട് ബാറിനൊരു ഹൈപ്പ് ഉണ്ടല്ലോ, എല്ലാവരും എടുക്കുന്നതുകൊണ്ടും റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട്. പക്ഷേ അതിലോട്ട് പോകാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. സോ ഞാൻ ഇതെല്ലാം കേട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മളത് LG തന്നെ പൊക്കി കേട്ടോ. S40T എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ നമ്മളത് അനീഷ് വേറെ വഴിക്ക് പോയിട്ട് നമ്മളത് നമ്മുടെ ഈ ഫ്രണ്ടാട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതിന് ശേഷം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേദക്കുട്ടിനും കാണും കേട്ടോ. എന്ത് ഇതെന്നാ സാധനം? സ്പീക്കർ. അപ്പോൾ വേദക്കുട്ടൻ എക്സൈറ്റഡ് ആണോ? ആർ യു എക്സൈറ്റഡ്? ഗൈസ്, നമ്മളിതേ നമ്മുടെ LG സൗണ്ട് ബാർ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തില്ല. ആദ്യം തന്നെ ബോക്സ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി S40T എന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2.1 ചാനൽ 300 വാട്ട് സ്പീക്കറാട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഡോൾബി ഡിജിറ്റലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വൗ ഓർക്കസ്ട്ര, വൗ ഇൻ്റർഫേസ്, DTS, അങ്ങനെയുള്ള ഒത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. HDMI, ബ്ലൂടൂത്ത് എല്ലാം അവൈലബിൾ ആട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള സബ് വൂഫറാട്ടോ, ഒരു രക്ഷയില്ല, കിടിലൻ സബ് വൂഫറാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ 240 വാട്ട് അങ്ങനെ ഇതിൻ്റെ ബാക്കി എംബ്ലോം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഫ്രണ്ടിലാണല്ലോ ഒരു മെഷ് ടൈപ്പ് ഗ്രില്ല് പോലത്തെ ഒരു സംഭവം കേട്ടോ അവർ കൊടുത്തേക്കണേ. ഇതൊരു ക്ലോത്താണെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു വെൽവെറ്റ് മോഡൽ. പക്ഷെ സംഭവം കൊള്ളാം. സബ് അത്ര വലുതല്ലേലും ചെറുതാണേലും വെയിറ്റ് അടിപൊളിയാട്ടോ. അപ്പം തന്നെ അറിയാലോ ഇതിൻ്റെ ക്വാളിറ്റി, കിടിലൻ സാധനമാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് സൗണ്ട് ബാർ ഒന്ന് എടുക്കാം. അതാണല്ലോ മെയിൻ സാധനം. അപ്പോൾ സൗണ്ട് ബാർ നമ്മൾ വെളിയിലെടുത്തു. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒന്ന് നോക്കിയാലോ. മേളിൽ പവർ ഓൺ ബട്ടൺ, പിന്നെ കണക്ടിവിറ്റി, അങ്ങനെ ഒരു ഫെദർ ടച്ച് പോലത്തെ ഒരു സിസ്റ്റം ആട്ടോ വന്നേക്കണേ. ബ്ലൂടൂത്ത്, ഇങ്ങനെ ഒരു സ്ലീക്ക് മാറ്റ് ഫിനിഷും, ഇവിടെ ഒരു LGയുടെ ഒരു നൈസ് ബ്രാൻഡിങ്ങും ആട്ടോ ഫ്രണ്ടിൽ വന്നേക്കണേ. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ ആണെങ്കിലും അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടോ അവർ ചെയ്തേക്കണേ. സബിൻ്റെ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലാട്ടോ വരുന്നത്. പിന്നെ ഒരു കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഇതൊരു വയർലെസ് സബ് വൂഫറും വയർലെസ് സൗണ്ട് ബാറും ആട്ടോ. അതായത് ഇത് തമ്മിൽ കണക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്ലീൻ ആയിട്ടുള്ള ലുക്ക് നമുക്ക് റൂമിൽ കിട്ടും. നമുക്കിപ്പോൾ ഏറ്റവും ആവശ്യം അതാണല്ലോ. ഇപ്പോഴും വയേർഡ് ആയിട്ടുള്ള പല കണക്ഷൻസും കാര്യങ്ങളും ഉള്ള സ്പീക്കർ സിസ്റ്റം നമുക്ക് വരുന്നുണ്ടെങ്കിലും നമ്മൾ ഇത് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഇതാട്ടോ. കാരണം നമുക്ക് ഒത്തിരി ക്ലട്ടേഡായിട്ട് കിടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാട്ടോ നമ്മൾ S40 ചൂസ് ചെയ്തത്. അപ്പോൾ ഗൈസ്, നമുക്കിനി അടുത്തത് ഇതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് ആട്ടോ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്കറിയാം, ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞായിരുന്നു നന്ദിരത്ത് ജിമാർട്ടിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ നമ്മൾ അന്നേരം പറയാൻ വിട്ടുപോയി. 23, 24, 25 ഇത്രയും ദിവസങ്ങൾ അവിടെ കിടിലൻ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ദിവസത്തേക്ക് ഒരു 40% ഓഫ്, അങ്ങനെ കുറേ കട്ടിങ് റേറ്റിലും കാര്യങ്ങളിലൊക്കെ ഒത്തിരി സാധനങ്ങൾ വില കുറച്ച് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മുടെ
വെങ്ങല്ലൂർ ബൈപ്പാസ് റോഡിൻ്റെ എൻഡിൽ, അതായത് വെങ്ങല്ലൂർ ജംഗ്ഷന് തൊട്ട് മുന്നേ ഉള്ള നന്ദിലത്ത് ജിമാർട്ടിൻ്റെ ഷോറൂമിലാട്ടോ ഈ ഓഫറും കാര്യങ്ങളും. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ പോയി നോക്കുക. ഇഷ്ടപ്പെട്ട അപ്ലയൻസസ് കാര്യങ്ങൾ, അതായത് സ്പീക്കർ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പോയി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അനീഷ് അവിടെ ഉണ്ട്. അപ്പോൾ അനീഷിൻ്റെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അവനെ കോൺടാക്ട് ചെയ്താൽ മതി, അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. സോ നമുക്ക് ഫൈനൽ, അതായത് ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ആക്ച്വലി ഞാൻ അവിടെ നിന്ന് കേട്ട് നോക്കി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. കാരണം ഒരു 300 വാട്ടിൻ്റെ പെർഫോമൻസേ അല്ല. ഈവൻ സോണിയുടെ S40 HS40R എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, 600 വാട്ട്, ഏകദേശം ഒരു 24-25 റേഞ്ചിലാണ് വരുന്നത്. അത് വെച്ച് നോക്കിയപ്പോൾ പോലും അതിനേക്കാൾ കൂടുതൽ വോളിയം ഇതിന് വരുന്നുണ്ട്. ഈവൻ 600 വാട്ട് സോണിയേക്കാളും പെർഫോമൻസ് എനിക്ക് ഇതിൽ തോന്നി. അതായത് സൗണ്ട്, ബാസ് അല്ല, ബാസ് സോണിക്ക് തന്നെയാണ്. പക്ഷെ നമുക്ക് ബാസ് മാത്രമല്ല വേണ്ടത്, നമുക്ക് അതിൻ്റെ മിഡ്, ബേസ്, വോക്കല്, എവറിത്തിങ്. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് സ്പീച്ച് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം. സോ നമുക്കിതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് വീഡിയോയും കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ സ്പീക്കർ സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മുടെ ഗെയിമിംഗ് റൂമാണ്. അപ്പോൾ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഗെയിമിംഗ് റൂമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഗെയിമിംഗ് റൂമിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഗെയിമിംഗ് റൂം ഏതെങ്കിലും റിവീൽ ചെയ്യുന്നില്ല ഇപ്പോൾ. സോ നമ്മൾ ഇവിടെയാണ് സ്പീക്കർ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്പീക്കർ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഗൈസ്, നമ്മുടെ സ്പീക്കർ ഇവിടെ പ്ലേസ് ചെയ്തു. തൽക്കാലം നമുക്ക് ഈ TV യൂണിറ്റിൻ്റെ മേളിൽ വയ്ക്കാം. കുറേ കഴിയുമ്പോൾ നമുക്ക് LGയുടെ അവിടുന്ന് സർവീസിൻ്റെ ആൾ വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങോട്ടേക്കൊക്കെ ആയിട്ട് മൗണ്ട് ചെയ്യാം കേട്ടോ. കാരണം ഇതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബോക്സിലുണ്ട്. സോ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു ഹൈറ്റ് കിട്ടിയാലും നമ്മുടെ ഈ ചെവിയിലേക്ക് ആ സൗണ്ട് കറക്റ്റായിട്ട് എത്തുള്ളൂ. സോ നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇനി നമുക്ക് സബ് കൊണ്ടുവരണം, സബ് കൊണ്ടുപോയി കണക്ട് ചെയ്യണം. അപ്പോൾ സബ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സബും കൂടെ എടുത്തിട്ട് കൊണ്ടുപോയി അവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളുണ്ട്, റിമോട്ട്, ബാറ്ററി, കേബിള്, കാര്യങ്ങൾ, ഒരു ഒപ്റ്റിക്കൽ ഔട്ടിൻ്റെ കേബിളും എല്ലാം കാര്യങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാറ്ററി ഇത് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാം. സോ ഇതിൻ്റെ ബോക്സിൽ ഇത് ഇത്രയും കാര്യങ്ങളാട്ടോ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പവർ കോഡ്, ഒരു കിടിലൻ റിമോട്ട്, വളരെ ചെറുതാട്ടോ, സ്ലീക്കാണ്. പിന്നെ വീണ്ടും ഒരു പവർ കോഡ്, രണ്ടിനും പവർ കൊടുക്കണമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ അഡാപ്റ്റർ, പിന്നെ ഇതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റ് ആട്ടോ വരുന്നത്. പിന്നെ ഒരു ഒപ്റ്റിക്കൽ ഔട്ട് കേബിളും അതിൻ്റെ മാനുവലും. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മളിത് സബ് ഇവിടെ സെറ്റ് ചെയ്തു. തൽക്കാലം ഇപ്പം ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാം വയറൊക്കെ കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. തൽക്കാലം നമ്മളിങ്ങനെ കൊടുത്തതേ ഉള്ളൂ. സൗണ്ട് ബാർ ഇവിടെ വെച്ചു, സബ് ഇവിടെ വെച്ചു. സബ് എപ്പോഴും പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ വെക്കണം കേട്ടോ. താഴെ വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇടിയുടെ വേവും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സോ ആരും മേളിൽ കയറ്റിയൊന്നും പ്ലേസ് ചെയ്തേക്കല്ല സബ്. ഇതാണ് അതിൻ്റെ പ്രോപ്പർ വേ. അപ്പോൾ നമുക്കിനി അടുത്തത് TV ഓൺ ആക്കിയിട്ട് പ്ലേ ചെയ്ത് നോക്കാം, സൗണ്ട് എഫക്റ്റിങ്. മെയിൻലി നമ്മളിത് നമ്മുടെ കണക്ഷൻ്റെ സെറ്റപ്പും കാര്യങ്ങളിലോട്ടൊക്കെ എത്തിയിട്ടോ. അപ്പോൾ നമ്മളൊരു ഹൈ സ്പീഡ് HDMI കേബിൾ, നമ്മളിത് ആമസോണിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. അത്യാവശ്യം നല്ലൊരു കോപ്പർ പ്ലേറ്റിംഗ് ഒക്കെ ഉള്ളൊരു കിടിലൻ HDMI കേബിളാണ്. ഇത് നമ്മൾ Xboxന് വേണ്ടിയിട്ട് മേടിച്ചാണ്. തൽക്കാലം നമുക്ക് നമ്മുടെ സൗണ്ട് ബാറിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് പോർട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയാട്ടോ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, അതായത് ഫസ്റ്റ് വൺ HDMI ആർക്ക്. അപ്പോൾ അതിലോട്ട് നമുക്ക് പയ്യെ കണക്ട് ചെയ്ത് കൊടുക്കാം. സോ ഫൈനലി നമ്മൾ HDMI കണക്ട് ചെയ്തു. നമ്മുടെ അതേ സബിലേക്കുള്ള പവറും സൗണ്ട് ബാറിലേക്കുള്ള പവറും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ 2 പ്ലഗ് മാത്രമേ ഉള്ളൂ. കണക്ട് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മളിതേ ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ സൗണ്ട് ബാർ ഓൺ ആയി. ഇത് റെഡ് ഫ്ലാഷ് ചെയ്തു. ആകെയുള്ള ഡ്രോബാക്ക് ഇതിന് ഡിസ്പ്ലേയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് ലൈറ്റ് വെച്ച് വേണം കണ്ടുപിടിക്കാൻ. അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. സോ ഗൈസ്, ഫൈനലി ഇതേ നമ്മുടെ കുഞ്ഞ് റിമോട്ട് നമ്മൾ കണക്ട് ചെയ്തു കേട്ടോ. നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോൾ അതേ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ കണ്ടോ, വോളിയം ഇൻക്രീസ് ആവും, ഡിക്രീസ് ആവും. പിന്നെ നമ്മുടെ LGയുടെ റിമോട്ടയിലും നമുക്കിതേ സൗണ്ട് കൺട്രോൾ ചെയ്യാം കേട്ടോ. അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ. കാരണം LGയുടെ TV ആയതുകൊണ്ട് തന്നെ LGയുടെ റിമോട്ടയിൽ നമുക്ക് LGയുടെ സൗണ്ട് ബാറും കൂടെ ആയതുകൊണ്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ സൗണ്ട് ക്വാളിറ്റി നമുക്ക് യൂട്യൂബിലൊരു വീഡിയോ എടുത്ത് നോക്കാം. പിന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാക്സിമം HDMIയിൽ തന്നെ ഔട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം മാക്സിമം ക്വാളിറ്റി
HDMI കിട്ടുക. നമുക്ക് ഒപ്റ്റിക്കൽ ഔട്ടിൻ്റെ കേബിളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിലും HDMI കേട്ടോ പക്ക ക്വാളിറ്റി കിട്ടുന്നത്. പിന്നെ ഓക്സൊക്കെ പരമാവധി ഒഴിവാക്കുക, കാരണം അതിലൊക്കെ പക്ക ഡിജിറ്റലായിട്ടുള്ളൊരു മെത്തേഡാണ്. സിഗ്നൽസൊക്കെ ഡിജിറ്റലായിട്ടാണ് പോകുന്നത്. നമുക്ക് കുറച്ചും കൂടെയും നല്ല സിഗ്നലാണ് വേണ്ടത്. അതുകൊണ്ട് മാക്സിമം HDMI യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നൈസായിട്ട് യൂട്യൂബിലേക്ക് പോവാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. ഓ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു മുഴക്കം നിങ്ങൾ കേട്ടോ. സബ് ഇതാട്ടോ ഇരിക്കണേ. ചെറുതാണല്ലോ, ആള് പുലിയാ. ഞാൻ അവിടെ വെച്ച് കേട്ടതിനേക്കാളും കിടിലൻ ബാസ് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ഒരു റൂം ഒരു 150 സ്ക്വയർ ഫീറ്റ് റൂമാണ്. നന്നായിട്ട് ഫില്ലാവുന്നുണ്ട് കേട്ടോ, നല്ല എഫക്റ്റ് ഉണ്ട്. ഞാൻ ശരിക്കും ബാസ് കണ്ടെടുത്തതല്ല ഈ സാധനം. ആക്ച്വലി ഇതിൻ്റെ ബേസും സൗണ്ട് ക്ലാരിറ്റിയും സൗണ്ടിൻ്റെ പീക്ക് വോളിയും കൂടെ കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ. ഞാൻ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ്. അണ്ടർ 15K 15K താഴെ കിടിലൻ ബൈ ആട്ടോ ഈ സാധനം. ഒതുക്കമുണ്ട്, അച്ചടക്കമുണ്ട്, കിടിലൻ സബ്, കിടിലൻ ബിൽഡ് ക്വാളിറ്റി. LGയുടെ TV ആണ്, ഒന്നും നോക്കാനില്ല. യു ഹാവ് ടു ഗോ ഫോർ ദിസ്, ഒന്നും പറയാനില്ല. വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ് ഇതാണ് ഐറ്റം. കിടിലൻ സാധനം. ഞാൻ വെറുതെ തള്ളി മറിക്കുന്നതല്ല, നിങ്ങളിത് പോയി കേട്ട് നോക്കിക്കോ. നന്ദിലത്ത് ജിമാർട്ടിൻ്റെ ഏതൊരു ഔട്ട്ലെറ്റിൽ പോയി നിങ്ങൾ സാധനം ഒന്ന് കേട്ട് നോക്കുക. ആൾ കുഞ്ഞനാണേലും ഇവൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലോ, ഒന്നൊന്നര കയ്യിലിരിപ്പാണ്. കിടിലൻ സാധനം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു 250 സ്ക്വയർ ഫീറ്റ് റൂമിലേക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു 200 താഴെയാണ് സ്ക്വയർ ഫീറ്റ് എങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ റൂം പക്കയായിട്ട് ഫില്ല് ചെയ്യും. കണ്ടോ, ഇത്രയും റൂം ബാക്കിലേക്ക് കൊണ്ടിട്ടോ കിടിലിനായിട്ട് ഇത് ഫില്ല് ചെയ്യും. കിടിലൻ സൗണ്ട്, ഒന്നും പറയാനില്ല. പടം കാണാനാണേലും പാട്ട് കേൾക്കാനാണേലും കിടുവാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് AI സൗണ്ട് പ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതാട്ടോ ഇട്ടേക്കണം. ഇതുകൊണ്ടോ, ഈ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കിടിലിനാണ്. കാരണം ഇവർ തന്നെ കിടിലിനൊരു ഔട്ട്പുട്ട് തരും. പിന്നെ ഇവിടെയാണെങ്കിൽ HDMI ആർക്ക് ഇതേ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേറൊന്നും നോക്കാനില്ല, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് സെറ്റിങ്സിലോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. TV LG ആയതുകൊണ്ടാണ് ഇത്രയും സെറ്റപ്പ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ AI പ്രോ എന്നുള്ളതിൻ്റെ അവിടെ നമുക്ക് വേറെ കുറച്ച് മോഡ് അതിലേ കേൾക്കാൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ്, സിനിമ, ഗെയിം ഒപ്റ്റിമൈസർ, ഗെയിം കളിക്കാൻ പോലും ഈ സൗണ്ട് ബാർ പക്കയാട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സൗണ്ട് ഔട്ട്പുട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണെന്നാണ് എൻ്റെ ഒരു ഗസ്. സോ ഗോ ഫോർ ഇറ്റ്, ഒന്നും പറയാനില്ല. കിടിലം പയ്യാട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്തോരെ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഇനി വരുന്ന വീഡിയോ മറക്കണ്ട, നമ്മുടെ ഗെയിമിംഗ് റൂമിൻ്റെ വീഡിയോ ആണ്. ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് ഞാൻ നോക്കിയിരിക്കുന്ന ഒരു കിടിലൻ വീഡിയോ ആണ്. സോ അത് വരാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.